ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമായി മാറി സിറിയ. അതിന്റെ ഒരു ഭംഗി പറയാൻ കഴിയില്ല, അത്രയും മനോഹരമായ ഭംഗിയായിരുന്നു സിറിയ. സിറിയയെ പറ്റി നമുക്കറിയാമല്ലോ, ഡമാസ്കസ്, ഹലബിന്റെ ഒക്കെ ഒരു സൗന്ദര്യം പറയാൻ കഴിയില്ല. പക്ഷെ ഇന്ന് ഹലബ് ഒന്നുമില്ല. ഇന്ന് ഹലബ് എന്നൊരു നാടില്ലെന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഹലബിനെ പറ്റിയൊക്കെ നടിച്ചു നോക്കൂ. ഹലബ് എന്നൊരു നാട് ഇന്ന് ഇല്ല. ഹലബ് എന്നാൽ അലപ്പോ. എന്തൊരു നന്മയുടെ നാടായിരുന്നു ഹലബും മറ്റുമെല്ലാം. എന്തായിരുന്നു ഹലബിലൊക്കെ ഉണ്ടായിരുന്ന നന്മകൾ. അവിടെ ഉണ്ടായ വിജ്ഞാനത്തിന്റെ ഗോപുരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അവിടെ ഉണ്ടായിരുന്ന പള്ളികൾക്ക് കയ്യും കണക്കുമില്ല. ഹലബ് മാത്രമല്ല, എത്രയെത്ര ഗൗത്ത, ഹലബ്, മനോഹരമായ നാടുകൾ. ആ നാടിൻ്റെയൊക്കെ സാംസ്കാരികവും വൈജ്ഞാനികവുമായ നേട്ടങ്ങൾ, ലോകത്തിന് നൽകിയ സംഭാവനകൾ, അതിനൊന്നും പഴയകാല കലകളും ആധുനിക കലകളുമൊക്കെ മേളിച്ച ഒരു മനോഹരമായ സാഹചര്യമാണ് സിറിയയിൽ 2000 വരെ ഹാഫിദുൽ അസദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് അങ്ങനെ ഒരു ഹലബില്ല. ഇന്ന് ആ നാടൊക്കെ തകർന്ന് തരിപ്പണമായി. തകർന്നെന്ന് പറഞ്ഞാൽ തകർന്ന്. ഒരു ഭരണാധികാരിക്ക് ഭരണീയരോട് മാന്യമായി പെരുമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന ആപത്ത് എന്താണെന്ന് സിറിയ നമ്മെ പഠിപ്പിക്കുന്നു. അത് സിറിയയെ പോലെ പഠിപ്പിച്ച ഒരു രാജ്യം ചരിത്രത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാവില്ല. ഒരു ഭരണാധികാരി സ്വന്തം ഭരണീയരോട് മാന്യത പുലർത്തിയിട്ടില്ലെങ്കിൽ ഭരണീയരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി പല താല്പര്യം ഉണ്ടാവും. മനുഷ്യരൊക്കെ അങ്ങനെ തന്നെയല്ലേ. മനുഷ്യരിൽ വിവിധ മതങ്ങൾ ഉണ്ടാവും, വിവിധ പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാവും. അതൊക്കെ മനുഷ്യൻ സഹിക്കണ്ടേ? ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞില്ലേ? ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ അവർക്ക് അവരവരുടെ അഭിപ്രായങ്ങളും മതങ്ങളും ഇല്ലേ? അതൊക്കെ മനുഷ്യൻ പരസ്പരം സഹിക്കേണ്ടതല്ലേ? ബഅസ് പാർട്ടിയുടെ താല്പര്യം തന്നെ മറ്റുള്ളവർക്കുണ്ടാകുമോ? ബഅസ് പാർട്ടി ഇതിന്റെയൊക്കെ പിന്നാലെ ചില ആളുകൾ കൂടി. ഇതിന്റെ പിന്നാലെ കൂടിയപ്പോൾ എന്തൊക്കെ ഉണ്ടായി? 2009, 10, 11 കാലഘട്ടങ്ങളിൽ ആണ് മുല്ലപ്പൂ വസന്തം വരുന്നത്. സത്യത്തിൽ എന്തായിരുന്നു ഈ മുല്ലപ്പൂ വസന്തം? മുല്ലപ്പൂ വസന്തം എന്നാൽ കൃത്യമായി അമേരിക്കയും ഇസ്രായേലും മുസ്ലിം രാജ്യങ്ങളിൽ ചാരന്മാരെ വിട്ട് നടത്തിയ ഒരു സംഗതിയാണ്. അതിനെ ഇവിടെ കയ്യും നീട്ടി സ്വീകരിച്ച ചില ആളുകളുണ്ട്, വിഡ്ഢിക്കോലങ്ങളായ മനുഷ്യർ. കാര്യങ്ങൾ അറിയുന്ന ആലിമീങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അത് ചെയ്യാൻ പാടില്ല. ഒരു രാജ്യത്തെ ഭരണാധികാരിക്കെതിരെ അദ്ദേഹം പിടിപ്പ് കിട്ടവനാണെങ്കിൽ പോലും മാന്യമായി അദ്ദേഹത്തോട് പ്രതികരിക്കുക എന്നല്ലാതെ സായുധ വിപ്ലവം നടത്താൻ പാടില്ലാത്തതാണ്. അത് ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാടാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്കെതിരെ സായുധ വിപ്ലവം നടത്താൻ പാടില്ല, ഒരിക്കലും പാടില്ല. മാന്യമായ സമരങ്ങളാകാം. സായുധ വിപ്ലവം നടത്തിയാൽ ജനങ്ങളുടെ അവസ്ഥ മാറും, ജനങ്ങളെ നന്മ നഷ്ടപ്പെട്ടും. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. വളരെ ചിന്തിക്കണം. മുല്ലപ്പൂ വസന്തത്തിന് വേണ്ടിയിട്ട് ലേഖനങ്ങൾ എഴുതിയ, പുസ്തകങ്ങൾ ഇറക്കിയ വലിയ വലിയ സംഘടനകളുണ്ട് ഇവിടെ. ഞാൻ അവരുടെയൊക്കെ ഒരു വിഡ്ഢിത്തത്തിന്റെ ആഴം അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും വീണ്ടും പറയുകയാണ്. 2009, 10 കാലഘട്ടങ്ങളിൽ മുല്ലപ്പൂ വസന്തത്തെ അതിനെ ഒരിക്കലും അതിന് പിന്നാലെ കൂടരുത്, അതിനെ പിന്തുണക്കരുത് എന്ന് പറഞ്ഞ ഒരു സാധുവായ പ്രഭാഷകനാണ് ഞാൻ. അക്കാലഘട്ടത്തിൽ നമ്മുടെ മലയാളക്കരയിലെ ചില ബുദ്ധിജീവികൾ ആ സംഘടനകൾക്കൊക്കെ അതൊരു വിഷമമാകുമെന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ചില സംഘടനകൾ എന്ത് ചെയ്തു? അതിന്റെ പേരിൽ പുസ്തകങ്ങൾ ഇറക്കി. വലിയ ചില ഇസ്ലാമിക പ്രസിദ്ധീകരണ വിഭാഗങ്ങൾ അതിനു വേണ്ടി പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്, മുല്ലപ്പൂ വസന്തത്തെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട്. സത്യത്തിൽ എന്തായിരുന്നു മുല്ലപ്പൂ വസന്തം? മുല്ലപ്പൂ വസന്തം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ജൂതന്മാരായിരുന്നു, അതിന്റെ പിന്നിൽ ഇസ്രായേലായിരുന്നു. എവിടെയാണ്, ഏത് നാട്ടിലാണ് ഭരണാധികാരികൾ പിടിപ്പുകേടായിട്ടുള്ളത്? എല്ലാ നാടുകളിലും ഉണ്ടാവും. അത് യൂറോപ്യൻ രാജ്യങ്ങളില്ലേ? പക്ഷെ അവരൊക്കെ അവരെ ഭരണാധികാരികളെ സഹിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കെതിരെ ആളുകളെ ഇറക്കി വിട്ടു. ഈ ഭരണാധികാരികൾ നല്ലവരായിരുന്നോ? ഭരണാധികാരികൾ പലപ്പോഴും നല്ലവരാവില്ല. അമേരിക്കയുടെ ഇന്നത്തെ പ്രസിഡന്റ് നല്ലവനാണോ? ഈ നല്ലവൻ എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരാളാണോ? അങ്ങനെയൊന്നുമല്ലല്ലോ. ലോകരാജ്യങ്ങളിൽ ഭരണാധികാരികളെല്ലാം കൂടെ ഹരിശ്ചന്ദ്രന്മാരായ രാജ്യങ്ങൾ ഏതാണുള്ളത്? ലോകത്തിന്റെ ആരാണുള്ളത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നീതി നടപ്പിലാക്കുന്ന ഒരു ഭരണാധികാരി ഇന്നെവിടെയാണ് ലോകത്തുള്ളത്? ഏത് രാജ്യത്താണ് ഉള്ളത്? പക്ഷേ ഒരു ഭരണാധികാരിക്കെതിരെ സായുധ വിപ്ലവം നടത്താൻ പാടില്ലാത്തതാണ്. മുല്ലപ്പൂ വിപ്ലവം നടന്ന രാജ്യങ്ങളുടെ അവസ്ഥ എന്താ? ഹുസ്നി മുബാറക്കിനെ ഞാൻ പിന്തുണക്കുന്നില്ല.
ഈജിപ്തിലെ ഹുസ്നി മുബാറക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് വീക്ക്നെസ് ഉള്ള ഭരണാധികാരിയായിരുന്നു, കൃത്യമായി എനിക്കറിയാം. അതേ സമയത്ത് ഹുസ്നി മുബാറക്കിന്റെ കീഴിൽ 30 വർഷം നിലനിന്ന നാടാണ് ഈജിപ്ത്. അന്നത്തെ ഈജിപ്തും ഹുസ്നി മുബാറക്ക് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഈജിപ്തും തമ്മിൽ കടലും കടലാടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ജനങ്ങൾ ഇന്ന് അസന്തുഷ്ടരാണ്, ജനങ്ങൾ പട്ടിണിയിലാണ്, ജനങ്ങൾ പ്രയാസത്തിലാണ്, അവിടുത്തെ ജനജീവിതം താറുമാറായി. എന്നാൽ ഹുസ്നി മുബാറക്ക് നല്ല ഭരണാധികാരിയായിരുന്നു, അങ്ങനെ പറയാൻ കഴിയൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് അയാൾക്കെതിരെ ഒരു സായുധ വിപ്ലവം നടത്താൻ പാടില്ല, തകർന്നുപോയി. എന്തായിരുന്നു ലിബിയയുടെ അവസ്ഥ? മുഅമ്മർ ഖദ്ദാഫിയെ സംബന്ധിച്ചിടത്തോളം ഖദ്ദാഫി പരിശുദ്ധ ഇസ്ലാമിന് നിരക്കാത്ത പല കാര്യങ്ങളും അയാളിലുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. പക്ഷെ അതേ സമയത്ത് മുഅമ്മർ ഖദ്ദാഫിക്കെതിരെ സായുധ വിപ്ലവം നടത്തിയെന്ന് മാത്രമല്ല, നിഷ്ഠൂരമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തി. നിഷ്ഠൂരമായിട്ടാണ് കൊന്നത്. എന്താ ഇന്നത്തെ ലിബിയയുടെ സാഹചര്യം? മുഅമ്മർ ഖദ്ദാഫിയുടെ കാലത്ത് നിലനിന്ന ലിബിയയും ഇന്നത്തെ ലിബിയയും തമ്മിൽ വ്യത്യാസമില്ലേ? അള്ളാഹുവിന്റെ സഹായത്താൽ മുഅമ്മർ ഖദ്ദാഫി ഭരിക്കുന്ന കാലത്ത് ഖദ്ദാഫിയുടെ നാട്ടിൽ ഖദ്ദാഫിയുടെ കാലഘട്ടത്തിൽ പോകാൻ ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. മുഅമ്മർ ഖദ്ദാഫിയെ നേരിട്ട് തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് പോയി അദ്ദേഹത്തെ കാണാനും ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. മുഅമ്മർ ഖദ്ദാഫിയെ നേരിട്ട്. ആ കാലഘട്ടത്തിന്റെ ലിബിയയാണോ ഇന്നത്തെ ലിബിയ? എന്താ ലിബിയയുടെ സാഹചര്യം? എന്താണ് തുണീഷ്യയുടെ സാഹചര്യം? അപ്പോൾ കൃത്യമായും അറബ് രാജ്യങ്ങളിൽ വളർന്നു വരുന്ന അറബ് രാജ്യം, ലോകത്ത് കുതിച്ചുകൊണ്ടിരിക്കുന്ന അറബ് രാജ്യത്തെ ഭരണത്തെ തകർക്കുക, ജനങ്ങളെ അസന്തുഷ്ടരാക്കുക, അസ്ഥിരമായ ഭരണ സാഹചര്യങ്ങളെ കൊണ്ടുവരിക, നൂറ്റാണ്ടുകൾ കൊണ്ടുപോലും ഈ പ്രശ്നങ്ങൾ ഇനി തുന്നിക്കെട്ടാൻ കഴിയില്ല. ആ രൂപത്തിൽ അറബ് രാജ്യത്തെ തകർക്കുക എന്നത് തൊട്ടടുത്ത നാടായ ഇസ്രായേലിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഇസ്രായേലിന് ആ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് പിന്നിൽ ആരാണ്? ഒന്ന് അമേരിക്കയും ഒന്ന് ബ്രിട്ടനും. രണ്ടാമത്തത് ഇവിടെയെല്ലാം ഒരു അദൃശ്യനായ മൂന്നാമത്തെ ഒരാളും കൊണ്ട് റഷ്യ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അമേരിക്കയുടെ കൂടെ ഉണ്ടാവില്ല, യോഗങ്ങളിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ അമേരിക്ക എന്താണോ അത് തന്നെയാണ് റഷ്യയും. എന്താണോ കമ്മ്യൂണിസം അത് തന്നെയാ ക്യാപിറ്റലിസം. എന്താണോ ക്യാപിറ്റലിസം അത് തന്നെയാ കമ്മ്യൂണിസം. ഇന്നത്തെ കമ്മ്യൂണിസവും ഇന്നത്തെ സോഷ്യലിസവുമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ മഞ്ഞക്കണ്ണട വെച്ചല്ലാതെ പഠിക്കുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ആ സാഹചര്യം തന്നെയാണ് കുറെ കാലങ്ങളായി, പ്രത്യേകിച്ച് 980 കാലഘട്ടങ്ങൾക്ക് ശേഷം ഗ്ലാസ്നോസ്റ്റ് പീസ്ട്രോയ്ക്ക് വരികയും 990 പഴയകാല റഷ്യ അവസാനിക്കുകയും ചെയ്ത് ശീതസമരം കഴിഞ്ഞ് മുതലാളിമാർ ചൂണ്ടിക്കാണിച്ചെടുത്ത് ഒപ്പിട്ട് വരുന്ന ഒരു പുതിയ ഒരു റഷ്യയെ കൊണ്ടുവന്നു ഗോർബച്ചേവ്. മിഖായിൽ ഗോർബച്ചേവോടുകൂടെ റഷ്യയുടെ അവസ്ഥ മാറി. അല്ലെങ്കിൽ റഷ്യ അവസ്ഥ മാറ്റേണ്ടി വന്നു. മനുഷ്യ നിർമ്മിതമായ ചില വ്യവസ്ഥിതികളും ചില വരട്ട് തത്വവാദങ്ങളും നിലനിൽക്കൊണ്ട് ആ രാജ്യം തകർന്നു തരിപ്പണമായി. 990 മുതൽ 2020 വരെ നിലനിൽക്കുന്ന റഷ്യ എന്താണോ അമേരിക്കൻ താല്പര്യം? എന്താ ഉണ്ടായത്? 2009, 10, 11 കാലഘട്ടങ്ങളിൽ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായി. മുല്ലപ്പൂ വിപ്ലവം കാരണമായിട്ട് ഇസ്രായേലി ചാരന്മാരുടെയും അമേരിക്കൻ താല്പര്യവും യുവാക്കളിൽ അലയടിച്ചു. 2011 മാർച്ച് 15 ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ബഷാറുൽ അസദിനെതിരെ. 2011 മാർച്ച് 15 ഇന്ന് രാവിലെയും ഇന്ന് ഈ പ്രസംഗിക്കുമ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഞാൻ ഈ പ്രസംഗം തുടങ്ങിയതിന് ശേഷം എത്ര പൂർവ്വവിമാനങ്ങൾ ബോംബിട്ടു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ പ്രസംഗം ഞാൻ തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ നടന്നു എന്ന് പറയാൻ കഴിയില്ല. 2011 മാർച്ച് 15 മുതൽ ഇന്ന് വരെ. ഇനി ഇവിടെ വളരെ കൗതുകകരമായ കാര്യം എന്താണെന്നാൽ, ഇവിടെ വളരെ കൗതുകകരമായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബഷാറുൽ അസദ് എന്ന ഭരണാധികാരിക്കെതിരാണ് അമേരിക്കയും ബ്രിട്ടനും. ബഷാറുൽ അസദ് എന്ന ഭരണാധികാരിക്കെതിരാണ് അമേരിക്കയും ബ്രിട്ടനും. നിങ്ങൾ ചിന്തിക്കേ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്കെതിരാണ് എങ്കിൽ എന്തൊക്കെ ചെയ്യാൻ അവർക്ക് കഴിയും? ഈ ഭരണാധികാരിയെ പിടികൂടാൻ നമ്മൾ കണ്ടതല്ലേ, ഒരിക്കൽ പോലും ഈ ഭരണാധികാരിയെ അവർ പിടികൂടിയില്ല. പ്രത്യക്ഷത്തിൽ അവർ ബഷാറുൽ അസദിനെതിരാണ്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? സിവിലിയന്മാരെ കൊല്ലുക. എന്താണ് അവർ ചെയ്യുന്നത്? നാടിനെ ബോംബിട്ട് തകർത്ത് നശിപ്പിക്കുക. ഒരു രാജ്യത്തെ പ്രശ്നത്തിൽ ഇടപെടാൻ ചെയ്യേണ്ട സിവിലിയന്മാരുടെ താവളങ്ങൾ നശിപ്പിക്കലാണ്. ഇത് ഇവിടുത്തെ നീതിയാണ്. ഇതിന്റെ പിന്നിൽ എന്താണ് മനുഷ്യരെ നിങ്ങൾ ഇത് ചിന്തിക്കാത്തത്? ഇതിന്റെ പ്രശ്നം മനസ്സിലാക്കണം. എന്താണ് അമേരിക്കയുടെ താല്പര്യം? ഇസ്രായേലിന്റെ താല്പര്യം?
എന്താ ഇസ്രായേൽ താല്പര്യം? ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുക. 5.5 ലക്ഷത്തിലേറെ മുസ്ലിമീങ്ങളാണ് വധിക്കപ്പെട്ടിട്ടുള്ളത് ഈ 10 കൊല്ലത്തിനുള്ളിൽ. ബോംബിട്ട് കൊന്നിട്ടുള്ളത് അമേരിക്കയും ഒരു ഭാഗത്ത് റഷ്യയും. റഷ്യ ഒരു നിലക്ക് ബഷാറുൽ അസദിന്റെ കൂട്ടുകാരനാണ്. എന്നാൽ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ടോ? ഇല്ല. ബഷാറുൽ അസദിന്റെ കൂട്ടുകാരനാണ്. ബഷാറുൽ അസദിന് വേണ്ടി സിവിലിയന്മാരെ ബോംബിട്ട് കൊല്ലുക. ആര്? റഷ്യ. ഒരു ഭാഗത്ത് റഷ്യ ബോംബിടുന്നു, ഒരു ഭാഗത്ത് അമേരിക്ക. അമേരിക്കയും റഷ്യയും രണ്ട് താല്പര്യം. ബഷാറിന് എതിരെയുള്ള വിഭാഗത്തിലാണ് അമേരിക്കയും ബ്രിട്ടൻ. ബഷാറുൽ അസദിന്റെ കൂടെയുള്ളതാണ് ഇറാനും റഷ്യയും. എന്നാൽ ഈ റഷ്യയും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടിയോ? ഇല്ല, ഒരിക്കൽ പോലും ഏറ്റുമുട്ടിയില്ല. ഇതിന്റെ കൗതുകകരമായ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സ്വാഭാവികമായും ശത്രുവിന്റെ ഒരാളെ കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ അയാളെ ശത്രു നമുക്ക് ശത്രുവാണല്ലോ. നമ്മുടെ ഒരു കൂട്ടുകാരനെ നമ്മൾ ഏതൊരാൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു അയാളുടെ ശത്രുവിനെ നമ്മൾ ശത്രുവാക്കണ്ടേ? അമേരിക്കയും റഷ്യയും തമ്മിൽ ശത്രുക്കളാണോ? ഒരിക്കലും അല്ല. ബ്രിട്ടനും റഷ്യയും ശത്രുക്കളാണോ? ഒരിക്കലും അല്ല. ഇതിന്റെ പേരിൽ ഈ മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും വെച്ചോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ വെച്ചോ ഒരു ഉരസൽ പോലും അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായില്ല. നിങ്ങൾ ചിന്തിച്ചു, ജനങ്ങൾ രണ്ട് പക്ഷത്ത്, ഒരു പക്ഷം അമേരിക്കൻ പക്ഷം, ഒരു ഭാഗം റഷ്യൻ പക്ഷം. റഷ്യക്ക് സ്വാഭാവികമായി ഇടപെടാൻ താല്പര്യവുമുണ്ട്. എന്തുകൊണ്ട്? അടിസ്ഥാനപരമായി ബഷാറുൽ അസദ് കമ്മ്യൂണിസ്റ്റുകാരനാണ്. ബാസ് പാർട്ടി അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണല്ലോ അമേരിക്കയിലുള്ള ക്യാപിറ്റലിസത്തിലുള്ളത്. എന്നാൽ അമേരിക്ക ഈ പ്രശ്നത്തിന് നിതാന്തമായ പരിഹാരം ഉണ്ടാക്കുന്നു? അതൊരിക്കലും ഇല്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ? ഈ രണ്ട് കൂട്ടരും മാറി മാറി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് അമേരിക്ക, ഒരു ഭാഗത്ത് റഷ്യ. ഏകദേശം 5.5 ലക്ഷത്തിലേറെ ആളുകൾ ഈ 10 കൊല്ലം കൊണ്ട് ബോംബിട്ട് കൊല ചെയ്യപ്പെട്ടു, കൊന്നുകളഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം. യുദ്ധത്തിൽ പട്ടാളക്കാരെ കൊല ചെയ്യപ്പെട്ടു, സിവിലിയന്മാരുമേൽ ബോംബിട്ടു, തകർക്കപ്പെട്ടു. നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. എന്താണ് നിലവിലുള്ള സിറിയയുടെ സാഹചര്യം? എന്താണ് നിലവിലുള്ള സിറിയയുടെ സാഹചര്യം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അനുഗ്രഹം ചൊരിഞ്ഞ ഒരു മണ്ണ്. യുദ്ധം തുടങ്ങുമ്പോൾ 2,08,00,000 2,08,00,000 ആളുകളാണ് സിറിയയിൽ ഉണ്ടായിരുന്നത് യുദ്ധം തുടങ്ങുമ്പോൾ. അതായത് 2011 മാർച്ച് 15 വരെയുള്ള ജനസംഖ്യയാണ് 2,08,00,000 ആളുകൾ. ആ 2,08,00,000 ആളുകളുടെ അവസ്ഥ ഞാൻ പറയാം, പ്രഥമമായി പറയാം. 60 ലക്ഷം ആളുകൾ ജീവനും കൊണ്ടോടി. 60 ലക്ഷം ആളുകൾ ഇന്ന് സിറിയക്ക് പുറത്താണ്. 76 ലക്ഷം, അതിന് പുറമെ 76 ലക്ഷം ആളുകൾ സ്വന്തം നാട് വിട്ടോടി. അതായത് 60 ലക്ഷം ആളുകൾ രാജ്യത്തിന്റെ അതിർത്തി വിട്ടോടി. രാജ്യത്തിന്റെ അതിർത്തിയും കടന്ന് ചില ആളുകൾ 40 ലക്ഷത്തോളം ആളുകൾ തുർക്കിയിലേക്ക് പോയി, കുറെ ആളുകൾ ജോർദാനിലേക്ക് പോയി, കുറെ ആളുകൾ ജർമ്മനിയിലേക്ക് പോയി, കുറെ ആളുകൾ ഈജിപ്തിലേക്ക് പോയി. 60 ലക്ഷം ആളുകൾ രാജ്യം വിട്ടോടി. 60 ലക്ഷം ആളുകൾ പുറത്ത് അഭയാർത്ഥികളാണ്. ലക്ഷക്കണക്കായ ആളുകളെ തിരമാലകൾ കൊന്നു. ആയിരക്കണക്കായ ആളുകളെ തിരമാലകൾ കൊന്നു എന്ന് പറയാം. ദൈന്യതയാർന്ന നഷ്ടങ്ങൾ. ഓട്ടത്തിനിടയിൽ മരണപ്പെട്ടു പോയവര്, വിഭവങ്ങളില്ലാതെ കാരണം മരണപ്പെട്ടു പോയവര്, ശൈത്യത്തിൽ മരിച്ചു പോയവര്, പട്ടിണി മരണം സംഭവിച്ചു പോയവര്, കയ്യും കണക്കുമില്ല. 60 ലക്ഷം ആളുകൾ രാജ്യം വിട്ടോടി. 76 ലക്ഷം ആളുകളോ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ അഭയാർത്ഥികളായി. 76 ലക്ഷം ജനങ്ങൾ സ്വന്തം നാട്ടിലില്ല, ഏതോ നാടുകളിൽ ടെന്റ് കെട്ടി പാർക്കുന്നു. ആരായിരുന്നു ഇവരൊക്കെ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആരായിരുന്നു? എന്തിനാണിത് ചെയ്തത്? എന്നാൽ ബഷാറുൽ അസദിന് ഒരു കുഴപ്പമില്ല. അമേരിക്കയുടെ എതിരാളിയായ ബഷാറുൽ അസദിന്റെ ഒരു വസ്ത്രത്തിന് ചുളിവുണ്ടായിട്ടില്ല ഇപ്പോഴും. നിങ്ങൾ ചിന്തിക്കുക. ഇതിനെതിരെ ബഷാറുൽ അസദിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അമേരിക്കയുടെ ബോംബിംഗ് നിർത്താനോട്ട് കഴിഞ്ഞു? അതുമില്ല. മാറി മാറി ഇവർ സിവിലിയന്മാരുടെ മേൽ അവരവരുടെ പക പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ താല്പര്യം? താല്പര്യം നിങ്ങൾക്കറിയാമല്ലോ. സിറിയ തകരുക എന്നത് ഇസ്രായേലിന്റെ ലക്ഷ്യമാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഈ നാടിനെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഒരു ഭരണാധികാരിക്കെതിരെയുള്ള പ്രശ്നമാണെങ്കിൽ എങ്ങനെ ഒരു നാടിനെ ഇങ്ങനെ നശിപ്പിക്കും? നിങ്ങൾ ചിന്തിക്കണം. നാടിന്റെ സാഹചര്യത്തെ നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം.
ഈ കഴിഞ്ഞ മാർച്ച് വരെ കൊല ചെയ്യപ്പെട്ടവരാണ് 5,86,100 ആളുകൾ എന്നാണ് ആംനസ്റ്റിയുടെ കണക്ക്. 5,86,100 ആളുകൾ, അതായത് ഏകദേശം 6 ലക്ഷത്തിനടുത്ത ആളുകൾ ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ ഔദ്യോഗിക കണക്കിൽ കൊല ചെയ്യപ്പെട്ടു. അനൗദ്യോഗികം അല്ലാഹു അഅലം എത്രയാണ്. ആ കൊല ചെയ്യപ്പെട്ടവർ, ആ ഏകദേശം 6 ലക്ഷത്തോളം വരുന്ന കൊല ചെയ്യപ്പെട്ടവരിൽ ഭൂരിഭാഗമാര് ആണുങ്ങൾ, സ്വാഭാവികമായും ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങൾ. ലോകത്തെ ഏറ്റവും വിധവകളായ രാജ്യങ്ങൾ ഒന്ന് സിറിയ, ഒന്ന് ഇറാഖ്. ലോകത്തെ ഏറ്റവും വിധവകളുള്ള രാജ്യം ഒന്ന് സിറിയ, ഒന്ന് ഇറാഖ്. ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങൾ, നിങ്ങൾ വളരെ ചിന്തിക്കണം. സിറിയക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സൗന്ദര്യം ഈജിപ്തിനെ വെല്ലുന്ന അതിമനോഹരമായ സൗന്ദര്യമുള്ള ആളുകളാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആരോഗ്യം കൊടുത്ത ആളുകളാണ് അവരെയൊക്കെ പലപ്പോഴും നമ്മൾ മക്കായിലും മദീനയിലും വെച്ച് കാണാറുണ്ടല്ലോ. എന്താണ് അവരെ പുരുഷന്മാരുടെയൊക്കെ ഒരു സൗന്ദര്യവും കരുത്തും എത്രയാണ്. നല്ല കരുത്തുള്ള ആളുകൾ, നല്ല സൗന്ദര്യമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹു അതിന് മാത്രം വിഭവം കൊടുത്ത സൗന്ദര്യവും കൊടുത്ത ഒരു നാട്. ഈ കാലത്തിനിടയിൽ ഏകദേശം 6 ലക്ഷത്തോളം ഭൂരിഭാഗവും ആണുങ്ങൾ കൊല ചെയ്യപ്പെട്ടു. പകരം എന്തുണ്ടായി? കാലത്ത് മുതലേ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ വിധവകളാണ്. ലോകത്തെ ഏറ്റവും വിധവകളുള്ള സമുദായ മുസ്ലിമീങ്ങൾ. ആരാ കൊന്നത്? അമേരിക്കയും ബ്രിട്ടനും റഷ്യയും. ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? എന്നിട്ടും ഭീകരവാദികൾ മുസ്ലിമീങ്ങൾ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ലോക ചരിത്രത്തിൽ ഇതൊക്കെ മനുഷ്യൻ എന്താ ഒന്ന് ചിന്തിക്കാത്തത്? എന്നിട്ടും ഭീകരവാദികൾ മുസ്ലിമീങ്ങൾ. എല്ലാ മുസ്ലിമീങ്ങളും ഭീകരവാദികളാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ എല്ലാ ഭീകരവാദികളും മുസ്ലിമീങ്ങളാണ്. എന്തു വാക്കായി പറയുന്നത്? എല്ലാ ഭീകരവാദികളും മുസ്ലിമീങ്ങളോ? ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ അമേരിക്കക്കാരല്ലേ? ഏത് സമുദായത്തിലാ ഭീകരവാദികളില്ലാത്തത്? ഇവിടെയെല്ലാം അടിസ്ഥാനപരമായ മതമില്ലാതെയാവുകയും വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്കും സ്വജനപക്ഷപാതങ്ങൾക്കും മതവും പ്രത്യയശാസ്ത്രങ്ങൾക്കും വിധേയമാവുകയും ചെയ്യുമ്പോഴെല്ലാം അവിടെയെല്ലാം വർഗീയത വളരും. അത് ഉറപ്പാണ്. അവിടെയെല്ലാം താല്പര്യങ്ങൾ വളരും. അവിടെയെല്ലാം ഭീകരവാദങ്ങളും തീവ്രവാദങ്ങളും വളരും. ചിലപ്പോൾ ചില താല്പര്യങ്ങൾ ഭീകരവാദങ്ങളെ ഉണ്ടാക്കും. മുസ്ലിമീങ്ങളിൽ ഭീകരവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് അമേരിക്കയുടെ താല്പര്യമാണ്. കൃത്യമായി ISIS അടിസ്ഥാനപരമായി ആരുടെ സൃഷ്ടിയാണ്? അമേരിക്കയുടെ സൃഷ്ടി. ആർക്കാണ് ഇതൊക്കെ അറിയാത്തത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിധവകളുള്ള സമുദായം ആരാ കൊന്നത്? ഈ വിധവകളുടെ ഭർത്താക്കന്മാരെ കൊന്നത് ആരാ? അമേരിക്കയും ബ്രിട്ടനും റഷ്യയും. എന്നിട്ട് ഒരു രൂപ ഉണ്ടാട്ടോ ഇല്ല. ഇതുപോലത്തെ ഒരു റമളാനിൽ 2014 റമളാനിൽ, ഇതാ 2020, 2014 റമളാൻ പരിശുദ്ധ റമളാൻ മാസത്തിൽ 513 കുട്ടികളെയാണ് ഇസ്രായേൽ വീട്ടുമുറ്റത്ത് 5 വയസ്സിന്റെ 12 വയസ്സിന്റെ താഴെയുള്ള മക്കളെ വീട്ടുമുറ്റത്ത് വെടിവെച്ചിട്ടിട്ട് ഇന്ന് വരെ ഒരു തീരുമാനമെടുക്കാൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിനും വലിയ ഭീകരത എന്താണ്? പരിശുദ്ധ റമളാനിൽ വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ചിന്തിക്കുക. UN-ക്ക് പാവപ്പെട്ട മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി സംഘടനകളുണ്ട്. യൂണിസെഫ് UN-യുടെ സംഘടനയാണ്. എന്താ താല്പര്യം? ലോകത്തുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക, ലോകത്തെ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതാണല്ലോ യൂണിസെഫിന്റെ അംബാസഡർമാർ ഇവിടെ കേരളത്തിൽ വരെയുണ്ട്. നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് എന്തേ അതില്ലാതെ? ഇസ്രായേൽ പട്ടാളം റമളാൻ മാസത്തിൽ കഴിഞ്ഞ 2014 ആർക്കായിട്ടൊക്കെ നിഷേധിക്കാൻ കഴിയാം? 2014 വീട്ടുമുറ്റത്ത് റമളാൻ മാസത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 12 വയസ്സിനുള്ള താഴെയുള്ള കുഞ്ഞുങ്ങൾ, പല കുഞ്ഞുങ്ങളും 5 വയസ്സിനും താഴെയായിരുന്നു. നിങ്ങൾ ചിന്തിക്ക്. ഇസ്രായേലി പട്ടാളം നേരെ വന്നിട്ട് 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ വീട്ടുമുറ്റത്ത് വെടിവെച്ചിട്ടു. മിണ്ടിയില്ല ലോകം. ഒരു ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയില്ല ലോകം. എന്നിട്ടും പറയുന്ന ഭീകരവാദികൾ മുസ്ലിമീങ്ങളാണ്. പക്ഷെ നിങ്ങൾ കണ്ടറിഞ്ഞോളൂ, ചരിത്രം ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കും. ചരിത്രം പരിഹാരമുണ്ടാക്കൂലെന്ന് വിചാരിക്കേണ്ട. ഇത് ഭൂമിയാണ്. ചരിത്രം നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചിന്തിക്കണം. 6 ലക്ഷത്തോളം ഈ 10 കൊല്ലത്തിനുള്ളിൽ ബോംബിങ്ങിനും മറ്റുമായി നേരിട്ടും കൊല ചെയ്യപ്പെട്ടത് ഏകദേശം 6 ലക്ഷത്തോളം സിറിയക്കാരായ ആളുകൾ. അതിൽ ഭൂരിഭാഗം ആണുങ്ങൾ. പെണ്ണുങ്ങൾ
ദുർബലകളായ പാവപ്പെട്ട പെണ്ണുങ്ങൾ സ്വാഭാവികമായും വിധവകളാണ്. നിങ്ങൾ ചിന്തിക്കുക. എന്താ മാത്രമല്ല 29,000 ചെറിയ മക്കൾ ബോംബിങ്ങിൽ കൊല ചെയ്യപ്പെട്ടത്. ഔദ്യോഗിക കണക്കനുസരിച്ച് 29,000 ചെറിയ മക്കൾ, ചെറിയ കുഞ്ഞുങ്ങൾ, 29,000 ചെറിയ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു. ചിന്തിക്കുക. അമേരിക്കയും കൂട്ടാളികളും കൂടി കൊന്നു. ബഷാറുൽ അസദിന്റെ സൈന്യത്തോടുകൂടെ റഷ്യയും ബഷാറുൽ അസദിന്റെ സൈന്യവും റഷ്യയും കൂടെ കൊന്നു. അതിലെ ഭൂരിഭാഗം കുഞ്ഞുങ്ങളെയും ബോംബിട്ട് കൊന്നു, അല്ലാതെയും കൊന്നു. 29,000 കുഞ്ഞുങ്ങളെ കൊന്നു. 1,000,000 ലക്ഷത്തോളം കുഞ്ഞുങ്ങളുള്ള ഉമ്മമാരെ കൊന്നു. 1,000,000 ലക്ഷത്തോളം ഉമ്മമാരെ കൊന്നു. 25,000-ഓളം കുഞ്ഞുങ്ങളുടെ ഉമ്മമാര്, ചെറിയ കുഞ്ഞുങ്ങൾ, അവർക്ക് ഉപ്പയുമില്ല, അവർക്ക് ഉമ്മയുമില്ല. 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സായ കുട്ടികൾ. ഈ കുട്ടികളെയൊക്കെ പിതാവിനോടുകൂടെ ഹജ്ജിന് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നോ? അവരെയൊക്കെ നമ്മൾ ദുബായിലെ മാർക്കറ്റിൽ കണ്ടിട്ടില്ലായിരുന്നോ? എത്ര മനോഹരമായി സന്തോഷിച്ചു ഉടുപ്പിട്ട്, മനോഹരമായി ഷൂവിട്ട്, മനോഹരമായി ശബ്ദമുണ്ടാക്കുന്ന ഷൂകളൊക്കെ ഇട്ട് പിതാവിന്റെയും മാതാവിന്റെയും കൈപിടിച്ച് അവരെ നമ്മൾ ദുബായിൽ കണ്ടിട്ടില്ലായിരുന്നു? അവർ അബുദാബിയിലെ കൊറോണേഷനിൽ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു? അവരെ നമ്മൾ മക്കയിലെ താഴ്വരയിൽ കണ്ടിട്ടില്ലായിരുന്നു? മദീനയിലെ റൗളയിലെ പരിസരത്ത് കണ്ടിട്ടില്ലായിരുന്നു? ഇന്ന് അവരവസ്ഥ എന്താ? പിതാവില്ല, മാതാവില്ല, മാതാക്കൾ മാത്രം. ബോംബിങ്ങിൽ മരിച്ചത് ഏകദേശം 25,000-ഓളം ഉമ്മമാര് മരിച്ചിട്ടുണ്ട് ബോംബിങ്ങിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്താണ് നാടിന്റെ സാഹചര്യം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അത് മാത്രമോ? നടത്തിയ നരനായാട്ടിന് കണക്കില്ല. അത് മാത്രമോ? ആംനസ്റ്റിയുടെ കണക്കനുസരിച്ച് ആംനസ്റ്റി തന്നെ UN തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് തകർക്കപ്പെട്ട പള്ളികൾ അനവധിയാണ്. ഒരു കണക്കനുസരിച്ച് 13,500 പള്ളികൾ തകർക്കപ്പെട്ടു. 13,500 പള്ളിയില്ല, പള്ളികൾ തകർത്ത് തരിപ്പണാക്കി. എന്തിനാ പള്ളികൾ തകർത്തത്? അമേരിക്കയും ബ്രിട്ടനും ഒക്കെ റഷ്യയുമെല്ലാം കാര്യമായി ബോംബിട്ടത് പള്ളികളിലാണ്. 13,500 പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. പള്ളിയില്ല, 13,500 പള്ളികൾ തകർക്കപ്പെട്ടു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിനെ ആരാധിക്കുന്ന പള്ളികള്, പടച്ചതമ്പുരാനെ, അത് ഏത് ആരാധനാലയാണെങ്കിലും ആലയം ഏത് വിഭാഗത്തിൻ്റെതാണെങ്കിലും പവിത്രമല്ലേ? ആരാധനാലയം സംരക്ഷിക്കേണ്ടത് ഭരണാധികാരികളുടെ ബാധ്യതയല്ലേ? ബഷാറുൽ അസദിന്റെയും ഇറാന്റെയും റഷ്യയുടെയും ഒത്താശയോടുകൂടെ ഒരു വിഭാഗം, വിമതരുടെയും അമേരിക്കയുടെയും താല്പര്യപ്രകാരം മറ്റൊരു വിഭാഗം തകർക്കപ്പെട്ടത് ഏകദേശം 13,500 പള്ളികൾ തകർക്കപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കണം. 306 സ്കൂളുകൾ തകർക്കപ്പെട്ടു. സ്കൂളില്ല, 306 സ്കൂളുകൾ തകർക്കപ്പെട്ടു. ഏകദേശം 350 ആശുപത്രികൾ തകർക്കപ്പെട്ടു, തകർത്ത് തരിപ്പണമാക്കി. 13,500 പള്ളികള്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 306 സ്കൂളുകള്. ഇതൊക്കെ ഔദ്യോഗിക കണക്കാണ്, അനൗദ്യോഗിക കണക്ക് അല്ലാഹു ആലം. 350 സ്കൂളുകള് തകർത്ത് തരിപ്പണമാക്കി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ എന്താണ് ഇവരുടെ താല്പര്യം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്താ ഇവരുടെ മനസ്സിലിരിപ്പ്? ഒരു ഭരണാധികാരിക്കെതിരെ കളിക്കുകയാണെങ്കിൽ, പിടികൂടുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇവർ ഒത്താശ ചെയ്യുന്നത്? എന്താണ് ഇവരുടെ താല്പര്യം? നിങ്ങൾ ആലോചിക്കണം. എന്നിട്ടും ഇവരെ ലോകം മുഴുവനും വാഴ്ത്തി നടക്കുകയാണ്. എന്നിട്ടും ഇവരെ രാജ്യങ്ങളിൽ നിന്ന് സമാധാനത്തിന്റെ നോബൽ സമ്മാന ജേതാക്കൾ ഉണ്ടാവുകയാണ്. എന്നിട്ടും ഇവരുടെ നാടിൽ നിന്ന് സമാധാനത്തിന്റെ കലാവർക്കുകളെ ഇവരുടെ ഭരണാധികാരികൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ലോകമേ, വൈപര്യത്തിന്റെ ലോകമേ, എന്തൊരു വിപരീത വാക്യങ്ങളാണ് ഈ കേൾക്കുന്നത്. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്ന് മാത്രമല്ല, അനവധി ഡോക്ടർമാർ കൊല ചെയ്യപ്പെട്ടു. പണ്ഡിതന്മാരെ നേരിട്ട് വന്ന് കൊന്നതിന് കയ്യും കണക്കുമില്ല. ബഹുമാനപ്പെട്ട റമദാനിൽ ഫൂത്തിയെ പോലെ മഹാനായ പ്രഗൽഭ സിറിയൻ പണ്ഡിതനായിരുന്ന റമദാനിൽ ഫൂത്തിയെ കൊലപ്പം ചെയ്യപ്പെട്ടു. നിസ്കാരത്തിൽ സുജൂദിലിട്ട കൊന്നത്. സുജൂദിൽ കിടക്കുമ്പോൾ ബാക്കിൽ നിന്ന് വെടിവെച്ചു കൊന്നു. റമദാനിൽ ഫൂത്തിയെ വെടിവെച്ചു കൊന്നു.
നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പ്രഗത്ഭനായ പണ്ഡിതനാണ് റമദാൻ ഫൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വളരെ അനവധി സമാധാന പ്രേമിയാണ്. ഒരിക്കലും രാജ്യത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ അനവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്. അദ്ദേഹം നിസ്കാരത്തിൽ സുജൂദിലായിരിക്കവേ വെടിവെച്ചു കൊന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അനവധി ആലിമീങ്ങൾ, അനവധി അധ്യാപകന്മാര്. ചിന്തിക്കും. ഒരു കണക്കനുസരിച്ച് UN കണക്കനുസരിച്ച് 10 ലക്ഷം കുട്ടികൾ യതീമുകളാണ്. 10 ലക്ഷം കുട്ടികൾ യതീമുകളാണ്. അമേരിക്കയുടെ ഒരു കണക്കനുസരിച്ച്, UN കണക്കനുസരിച്ച് 10 ലക്ഷം കുട്ടികൾ യതീമുകളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ദുനിയാവാകെ യതീംഖാനുണ്ടാക്കിയാൽ തികയോ? നാടാകെ യതീംഖാനുണ്ടാക്കിയാൽ അവർ അഡ്മിഷൻ കൊടുക്കാൻ കഴിയോ? 10 ലക്ഷം കുട്ടികൾ യതീമുകളാണ്. അതിൽ പിതാവ് നഷ്ടപ്പെട്ട അനവധിയാണ്. പിതാവും മാതാവും നഷ്ടപ്പെട്ടവർ അനവധിയാണ്.